എല്ലാവർക്കും സ്വാഗതം. +2 കെമിസ്ട്രിയിലെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത് കൈനറ്റിക്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് റേറ്റിനെ പറ്റിയും റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. അപ്പോൾ അതിൽ റേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ റേറ്റ് തന്നെ ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞു. ഇനി അതേ റേറ്റ് തന്നെ നമ്മൾ ഇപ്പോൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്നാണ്. അപ്പോൾ റേറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് തന്നെയാണ്. അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ dx/dt എന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ബാക്കിയായിട്ട് വരുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ബോർഡിൽ ഒരു റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്. A+BB ഗീവ്സ് പ്രോഡക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഇക്വേഷൻ കാണുന്ന സമയത്ത് നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്ന ലോ ഓഫ് മാസ് ആക്ഷൻ പെട്ടെന്ന് നമുക്ക് ഓർമ്മിക്കാം. നമ്മൾ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ പണ്ട് പഠിച്ച ലോ ഓഫ് മാസ് ആക്ഷൻ അനുസരിച്ച് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്റ്റീവ് മാസ്. ആക്റ്റീവ് മാസ് എന്ന് വെച്ചാൽ നമുക്കറിയാം കോൺസെൻട്രേഷൻ തന്നെയാണ്. കോൺസെൻട്രേഷൻ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി റേറ്റിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കിയ റേറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ്. അപ്പൊ എങ്കിൽ ഞാൻ ഇതിനൊന്ന് മോഡിഫൈ ചെയ്യുന്നു. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഇനി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം അത് dx/dt ആണ്. അതായത് dx/dt ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഇനി dx/dt പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊടുക്കാം. ആ കോൺസ്റ്റന്റ് കൊടുക്കുന്നതനുസരിച്ച് dx/dt ഈക്വൽ ടു എ കോൺസ്റ്റന്റ് k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന് എനിക്കിവിടെ എഴുതാം. ഓക്കെ, അപ്പൊ എങ്കിൽ ഈ സ്പെസിഫിക്കലി ഈ കെമിക്കൽ ഇക്വേഷൻ നമുക്കൊന്ന് പരിശോധിച്ചാൽ, ഈ ഇക്വേഷൻ പരിശോധിച്ചാൽ അവിടുത്തെ റിയാക്ടന്റ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, റിയാക്ടന്റ് എന്ന് കാണിക്കുന്നതിന് പകരം അവിടെ എഴുതേണ്ടത് ഇയാളുടെ പേര് കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഓക്കെ, ഇനി നമുക്കറിയാം ഈ നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് dx/dt അകത്താണ് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ അത് 1/a എന്നും 1/b എന്നും റെപ്രസെന്റ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി അതേസമയം നമുക്ക് ഇവിടെ ഇതിനകത്തല്ല ഈ നമ്പർ ഓഫ് മോൾസ് കാണിക്കേണ്ടത്, പകരം ഈ റൈറ്റ് സൈഡിലാണ്. അപ്പൊ ആ റൈറ്റ് സൈഡിൽ എവിടെ കാണിക്കുമെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും തൽക്കാലം നമുക്ക് ഇതിന്റെ റൈസ്ഡ് പവർ ആയിട്ട് ഈ നമ്പർ ഓഫ് മോൾസ് തന്നെ എഴുതാം. തൽക്കാലം b എന്ന് എഴുതുന്നു. ഓക്കെ, ഞാൻ ചെയ്ത കാര്യം, ഇതൊരു കെമിക്കൽ ഇക്വേഷൻ ആണ്. ഇങ്ങനെ എഴുതുന്ന ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേര് റേറ്റ് ഇക്വേഷൻ എന്ന് പറയണം, അല്ലെങ്കിൽ റേറ്റ് ലോ എന്ന് പറയണം. ഓക്കെ, ഞാനിവിടെ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഒരു കെമിക്കൽ ഇക്വേഷനെ കണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു റേറ്റ് ഇക്വേഷൻ എഴുതി കാണിച്ചിട്ടുണ്ട്. എങ്കിൽ A+BB ഗീവ്സ് പ്രോഡക്റ്റ് എന്നറിയപ്പെടുന്ന കെമിക്കൽ ഇക്വേഷന്റെ റേറ്റ് ഇക്വേഷൻ എങ്ങനെ, അല്ലെങ്കിൽ റേറ്റ് ലോ എങ്ങനെയെന്ന് ചോദിച്ചാൽ dx/dt ഈക്വൽ ടു k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റൈസ് ടു B എന്ന് തൽക്കാലത്തേക്ക് ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. അപ്പൊ എങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 1, 2, 3, 4, 5 കെമിക്കൽ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അതിൽ ഓരോരുത്തരായിട്ട് ഓരോന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ ആരെങ്കിലും ആയിക്കോട്ടെ, അപ്പൊ നിങ്ങളെ കൂടെയുള്ള ആരെങ്കിലും ചുമ്മാ കുറെ പേരുകൾ പറയുന്നു. പിന്നെ എന്തെങ്കിലും ഒരു പേര്, ഇപ്പൊ നമുക്ക് ഹരി വന്നിട്ട് ഇതിന്റെ റേറ്റ് ഇക്വേഷൻ, ഈ കെമിക്കൽ ഇക്വേഷൻ കണ്ടിട്ട് അതിന്റെ റേറ്റ് ഇക്വേഷൻ എഴുതാൻ ശ്രമിക്കുന്നു. സോ പുള്ളിക്കാരൻ ഹരി എഴുതുന്നത് ഇങ്ങനെ: dx/dt ഈക്വൽ ടു k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഉദ്ദേശിക്കുന്നത് H2O2. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു കെമിക്കൽ ഇക്വേഷൻ കണ്ടിട്ട് റേറ്റ് ഇക്വേഷൻ എഴുതി. നിങ്ങളുടെ കൂട്ടുകാരൻ ഹരിയും ഒരു കെമിക്കൽ ഇക്വേഷൻ കണ്ടിട്ട് റേറ്റ് ഇക്വേഷൻ എഴുതി. ഓക്കെ, ഇനി വേറൊരാള്, ഇപ്പൊ ഒരു സുനിത ആയിക്കോട്ടെ, സുനിത വന്നിട്ട് ഇവിടെ dx/dt equal to concentration of H2 k into concentration of H2 into concentration of I2.
ഓക്കെ, അപ്പോൾ സുനിതയും ഒരു കെമിക്കൽ ഇക്വേഷൻ കണ്ടിട്ട് റേറ്റ് ഇക്വേഷൻ എഴുതി, ഞാനും ഒരു കെമിക്കൽ ഇക്വേഷൻ കണ്ടിട്ട് റേറ്റ് ഇക്വേഷൻ എഴുതി, ഹരിയും ഒരു കെമിക്കൽ ഇക്വേഷൻ കണ്ടിട്ട് റേറ്റ് ഇക്വേഷൻ എഴുതി, സുനിതയും അങ്ങനെ എഴുതി ആണല്ലോ. ഇനി ഒരു രശ്മി ആയിക്കോട്ടെ, രശ്മി വന്നിട്ട് ഇതുപോലെ തന്നെ dx/dt equal to k into concentration of NO raised to 2 into concentration of O2. ഓക്കെ, ഇനി ഒരു ലഘു ആയിക്കോട്ടെ, dx/dt equal to k into concentration of CH3 CHO എന്ന് എഴുതി. ഓക്കെ, ഇനി ഒരു ശ്യാം ആയിക്കോട്ടെ, ശ്യാം ഇതുപോലെ dx/dt equal to k into concentration of NH3 raised to 2. ഓക്കെ, അപ്പൊ ഇത്രയും ശ്രദ്ധിച്ചിരുന്ന ആൾക്കാർ ഇനിയും ശ്രദ്ധിച്ചിരിക്കണം, നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു കെമിക്കൽ ഇക്വേഷൻ നോക്കിയിട്ട് നമ്മൾ റേറ്റ് ഇക്വേഷൻ എഴുതി. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ ഒരു കെമിക്കൽ ഇക്വേഷൻ നോക്കിയിട്ട് ഒരു റേറ്റ് ഇക്വേഷൻ എഴുതി, ഹരി എഴുതി, സുനിത എഴുതി, ലക്ഷ്മി എഴുതി, രഘു എഴുതി, ശ്യാം എഴുതി. ഓക്കെ, അപ്പൊ ഇനി ഈ പറഞ്ഞതില് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് വേറൊന്നുമല്ല, ഒരു കെമിക്കൽ ഇക്വേഷൻ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കാരണവശാലും റേറ്റ് ഇക്വേഷൻ എഴുതാൻ കഴിയില്ല. കാരണം റേറ്റ് ഇക്വേഷനിൽ പറയുന്ന ഈ കോൺസെൻട്രേഷൻ ടേമിന്റെ പവറായിട്ട് പറയുന്ന ഈ വാല്യൂസ് അതൊരിക്കലും ഇവിടെ നോക്കി എഴുതുന്നതല്ല, പകരം അത് എക്സ്പെരിമെന്റിലാണ്. ഓക്കെ, അപ്പോ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കെമിക്കൽ ഇക്വേഷൻ നോക്കി നമ്മൾ റേറ്റ് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് റേറ്റ് ഇക്വേഷന്റെ കോൺസെൻട്രേഷൻ ടേമിന്റെ പവറായിട്ട് വരുന്ന ഈ ടേംസ് യഥാർത്ഥത്തിൽ ഇവിടെ നോക്കി എഴുതുന്ന ടേം അല്ല, പകരം എക്സ്പെരിമെന്റ് നടത്തി കണ്ടുപിടിച്ചിട്ട് എഴുതുന്ന ടേം ആണെന്ന് ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ എങ്കിൽ ഈ ഹരി ചെയ്ത ഇക്വേഷൻ ഞാൻ ഒന്ന് പരിശോധിച്ച് നോക്കുന്നു, ഞാൻ എക്സ്പെരിമെന്റ് നടത്തി നോക്കുന്നു. അപ്പോൾ ഞാൻ അതിന്റെ റേസ്റ്റ് പവർ എത്രയെന്ന് എക്സ്പെരിമെന്റിലൂടെ കണ്ടുപിടിച്ച് നോക്കുന്ന സമയത്ത് പുള്ളിക്കാരന്റെ ഭാഗ്യത്തിന്, ഹരിയുടെ ഭാഗ്യത്തിന് അവിടെ റേസ്റ്റ് പവർ ഈ നമ്പർ തന്നെയായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്നും തന്നെ കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് യാദൃച്ഛികമായി ഈ നമ്പർ ഇവിടെ എഴുതിയ നമ്പർ എക്സ്പെരിമെന്റിലൂടെ കണ്ടുപിടിച്ച നമ്പർ ശരിയായി പോയി എന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഹരിക്ക് ഭാഗ്യമുണ്ട്. ഇനി സുനിതയ്ക്ക് ഭാഗ്യമുണ്ടോ എന്ന് പരിശോധിക്കാം. ഈ എക്സ്പെരിമെന്റ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ എക്സ്പെരിമെന്റ് നടത്തി നോക്കുന്നു. അടുത്ത് നോക്കിയിട്ട് പിന്നെ റേസ്റ്റ് പവർ കണ്ടുപിടിക്കുന്ന സമയത്ത് സുനിതയുടെയും ഭാഗ്യത്തിന് ഇവിടെ റേസ്റ്റ് പവർ 1 ആണ്, ഇവിടെ റേസ്റ്റ് പവർ 1 ആണ്. 1 + 1 = 2 ആണ്. ബൈ എക്സ്പെരിമെന്റിലൂടെ ഞാൻ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, ഇനി അടുത്ത രശ്മിക്ക് ഭാഗ്യം ഉണ്ടോന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ dx/dt രശ്മിയുടെയും ഈ പറഞ്ഞിരിക്കുന്ന റിയാക്ഷൻ എക്സ്പെരിമെന്റിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ച് നോക്കുന്ന സമയത്ത് റേസ്റ്റ് പവർ 2 തന്നെ ഭാഗ്യമുണ്ട്, റേസ്റ്റ് പവർ 1 തന്നെയാണ്. സോ കൂട്ടുന്ന സമയത്ത് 2 + 1 = 3 ആണ്. ഓക്കെ, അപ്പൊ യാദൃച്ഛികമായി ഇവിടുത്തെ നമ്പർ തന്നെ ഒറിജിനലി കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത രഘുവിന് ഭാഗ്യമുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന CH3 CHOയുടെ റിയാക്ഷൻ എക്സ്പെരിമെന്റിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ നിർഭാഗ്യമാണ്. യഥാർത്ഥത്തിൽ അവിടെ വരുന്ന വാല്യൂസ് റേസ്റ്റ് പവർ 1 അല്ല, പകരം 3/2 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം, എന്തുകൊണ്ട് 3/2 ആയി എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ചോദിക്കേ, എന്തുകൊണ്ട് 3/2 ആയി എന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ് ആണ്. എക്സ്പെരിമെന്റ് നടത്തി കിട്ടിയ വാല്യൂ ആണ്, ഒറിജിനൽ വാല്യൂ ആണ് 3/2. അതുകൊണ്ടാണ് 3/2 ആയത്, അല്ലാതെ ഞാൻ എഴുതിയതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റിയൽ ആയിട്ട് കാണുന്ന ഇക്വേഷൻ മാത്രമേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ 3/2 ആണ്. ഇനി ശ്യാം നോക്കുന്ന സമയത്ത് എക്സ്പെരിമെന്റിൽ നോക്കുന്ന സമയത്ത് പ്ലാറ്റിനത്തിന്റെ പ്രസൻസിൽ അമോണിയയുടെ ഡികമ്പോസിഷൻ റിയാക്ഷൻ പരിശോധിക്കുന്ന സമയത്ത് ശ്യാമിനെ ഞെട്ടിച്ചുകൊണ്ട് അതിന്റെ ഒറിജിനൽ വാല്യൂ റൈസ് ടു 0 ആണ്. ഓക്കെ, റൈസ് ടു 0, അവിടെ കിട്ടുന്ന വാല്യൂ 0 ആണ്. അപ്പൊ ഇങ്ങനെ 0 എന്ന് റൈസ് ടു എഴുതണമെന്ന് ചോദിച്ചാൽ നിർബന്ധമായി എഴുതണം. അവിടെ എഴുതാതിരുന്നാൽ അത് 1 ആയി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ റൈസ് ടു 0 എന്ന് തന്നെ എഴുതണം. എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 0 എന്നും 3/2 എന്നും 3 എന്നും 2 എന്നും 1 എന്നൊക്കെ പറയുന്ന ഈ ടേമിനെ നമ്മൾ വിളിക്കുന്ന പേര് റിയാക്ഷന്റെ ഓർഡർ ആണെന്ന് ഓർമ്മിച്ചോണം. അപ്പോൾ നമ്മൾ പുതുതായി സംസാരിക്കുന്നത്
ഓർഡർ ഓഫ് എ റിയാക്ഷൻ ആണ്. ഓർഡർ ഓഫ് റിയാക്ഷനെ പറ്റി പറയുന്നുണ്ട്. ഓർഡറിനെ പറ്റി എന്തൊക്കെ അറിയാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഓർഡർ പ്യുവർലി എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ് ആണ്. ഇനി ഒരു കെമിക്കൽ ഇക്വേഷൻ കണ്ടാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും റേറ്റ് ഇക്വേഷൻ എഴുതാൻ കഴിയില്ല. ചില സമയം യാദൃശ്ചികമായിട്ട് അത് ഇതുപോലെ ആയി മാറിപ്പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മിച്ചു കൊള്ളണം. ഓക്കെ, അപ്പൊ എങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന റിയാക്ഷന്റെ റേറ്റ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇത് തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഞാൻ വേറൊരു ലെറ്റർ എഴുതാം. എക്സ്, ഇത് വൈ ആണ്. ഇനി എക്സ് വേണമെങ്കിൽ എക്ക് തുല്യമാവാമായിരിക്കും. അത് നമുക്ക് കൃത്യമായി പറയാം. എ തന്നെ ആവണം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതേസമയം വൈ എന്നുള്ളത് ബി തന്നെ ആവണമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ബിക്ക് തുല്യമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ശരി, എക്സ് പ്ലസ് വൈ, 1+1, 2+1 എന്നൊക്കെ പറയുന്ന എക്സ് പ്ലസ് വൈ എന്നറിയപ്പെടുന്ന ഈ ടേമിനെ തന്നെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയേണ്ടത്. ഓക്കെ, ഓർഡറിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ ഇങ്ങനെ പറയണം. ഇറ്റ് ഈസ് ദ സം ഓഫ് ദി പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്ടൻസ് ഇൻ എ റേറ്റ് ഇക്വേഷൻ ബൈ എക്സ്പെരിമെന്റ്. എന്ന് വെച്ചാൽ എക്സ്പെരിമെന്റ് നടത്തിയതിനു ശേഷം നമ്മൾ റേറ്റ് ഇക്വേഷൻ എഴുതുക. റേറ്റ് ഇക്വേഷൻ ടേമിൽ കോൺസെൻട്രേഷൻ ടേം ഉണ്ട്. ആ കോൺസെൻട്രേഷൻ ടേമിന്റെ പവറിന്റെ സമ്മിനെ വിളിക്കേണ്ട പേരാണ് ഓർഡർ എന്ന് പറയേണ്ടത്. അപ്പോൾ ഓർഡറുമായി ബന്ധപ്പെട്ട് നമുക്ക് പോയിന്റുകൾ ഓർമ്മിക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് ഓർഡറിന്റെ ഡെഫിനിഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് ദ സം ഓഫ് ദി പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് റിയാക്ടൻസ് ഇൻ എ റേറ്റ് ഇക്വേഷൻ ബൈ എക്സ്പെരിമെന്റ്. ഒരു എക്സ്പെരിമെന്റിലൂടെ റേറ്റ് ഇക്വേഷൻ എഴുതുക. എക്സ്പെരിമെന്റിലൂടെ മാത്രം റേറ്റ് ഇക്വേഷൻ എഴുതുക. അല്ലെങ്കിൽ കെമിക്കൽ ഇക്വേഷൻ കണ്ട് റേറ്റ് ഇക്വേഷൻ എഴുതാൻ ഒരു കാലത്ത് പറ്റില്ല. എക്സ്പെരിമെന്റ് നടത്തിയതിനു ശേഷം മാത്രമേ റേറ്റ് ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. അതിൽ കോൺസെൻട്രേഷൻ ടേം ഉണ്ട്. ആ കോൺസെൻട്രേഷൻ ടേമിന് പവർ ഉണ്ട്. ആ പവറിന്റെ സം വിളിക്കേണ്ട പേരാണ് ഓർഡർ എന്ന് പറയണം. അത് ഒന്നാമത്തെ കാര്യം. ഇനി ഓർഡർ എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ് ആണെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം. ഇനി ഓർഡറിന്റെ പ്രത്യേകത 1, 2, 3 പോലുള്ള നമ്പേഴ്സ് ഉണ്ട്, 0 ഉണ്ട്, ഫ്രാക്ഷണൽ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫ്രാക്ഷണൽ ഓർഡർ, 0 ഓർഡർ റിയാക്ഷൻസ് നമുക്കുണ്ടെന്ന് ഓർമ്മിച്ചു കൊള്ളണം. അപ്പൊ എങ്കിൽ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ മിനിമം ഒരു എക്സാമ്പിൾ. ഇപ്പൊ ഹരി ചെയ്തത് ഫസ്റ്റ് ഓർഡർ ഒറിജിനൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഒരു എക്സാമ്പിൾ അറിയാമോ? ഫസ്റ്റ് ഓർഡർ അറിയാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ, ഹൈഡ്രജൻ പെറോക്സൈഡ് വാട്ടർ ആയിട്ട് ഓക്സിജൻ ആയിട്ട് മാറുന്ന റിയാക്ഷൻ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇനി സുനിത ചെയ്തത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്, അറിയാം. അതുപോലെ രശ്മി തേർഡ് ഓർഡർ റിയാക്ഷൻ. പിന്നെ രഘു അത് ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ. ശ്യാം 0 ഓർഡർ റിയാക്ഷൻ. പേര് ആൾക്കാരുടെ പേരെല്ലാം മാറിയിട്ടുണ്ട്. പകരം നിങ്ങൾക്ക് ഓരോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ഓർത്ത് വെക്കണം. അപ്പൊ 0 ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ അറിയാമെന്ന് ചോദിച്ചാൽ പറയണം അമോണിയയുടെ ഡീകമ്പോസിഷൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. പ്ലാറ്റിനത്തിന്റെ പ്രസൻസിൽ അമോണിയയുടെ ഡീകമ്പോസിഷൻ എന്നുള്ളത് ഒരു 0 ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറയണം. എന്തുകൊണ്ട് ഇവിടെ 0 എന്ന് ചോദിച്ചാൽ എക്സ്പെരിമെന്റിൽ 0 ആണ്, അല്ലാതെ നമ്മൾ വെറുതെ ഇട്ടതല്ല. ഒറിജിനൽ ഇക്വേഷൻ ആണ് ഈ പറഞ്ഞു വരുന്നതെന്ന് ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് റിയാക്ഷൻ ഓർഡറിനെ പറ്റിയാണ്. ഒരു കെമിക്കൽ ഇക്വേഷൻ കണ്ടാൽ ഒരു കാരണവശാലും നമുക്ക് ഓർഡർ പറയാൻ കഴിയില്ല. ഒരു കെമിക്കൽ ഇക്വേഷൻ കണ്ടാൽ ഒരു കാരണവശാലും നമുക്ക് ഓർഡർ പറയാൻ കഴിയില്ല. അത് എക്സ്പെരിമെന്റ് നടത്തിയതിനു ശേഷം മാത്രമേ ഓർഡർ പറയാൻ കഴിയുള്ളൂ എന്ന് ഓർമ്മിച്ചു. ഓക്കെ, ഇനി കൂടാതെ അപ്പോൾ നമുക്ക് പിന്നീട് ഒരു A plus BB is product എന്ന് പറഞ്ഞാൽ റേറ്റ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ dx/dt = k × a raised to a എന്നല്ല എഴുതേണ്ടത്, a raised to x × b raised to y എന്ന് എഴുതാം. എന്നിട്ട് x may be a എന്ന് എഴുതാം, y may be b. then order equal to definitely x plus y ആണ്. ഓർഡർ a plus b എന്ന് പറയാൻ കഴിയില്ല. ഓർഡർ എന്ന് വെച്ചാൽ x plus y ആണെന്ന് പറയണം. കാരണം ഈ റേറ്റ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് എക്സ്പെരിമെന്റിലൂടെയാണ്. എക്സ്പെരിമെന്റ് നടത്തിയതിനു ശേഷമാണ് x എന്ന് y എന്ന് കണ്ടുപിടിച്ചത്. എങ്കിൽ അതിന്റെ ഓർഡർ എന്ന് വെച്ചാൽ x plus y എന്ന് നിർബന്ധമായും പറയാൻ പറ്റും. അതിന്റെ ഓർഡർ a plus b എന്ന് നിർബന്ധമായിട്ട് പറയാൻ കഴിയില്ല. x plus y എന്ന് നിർബന്ധമായിട്ട് പറയാൻ കഴിയും. ഓക്കെ, ഓരോ എക്സാമ്പിളെങ്കിലും മിനിമം ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, തേർഡ് ഓർഡർ റിയാക്ഷൻ, ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ, 0 ഓർഡർ റിയാക്ഷൻ. കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇവിടെ ഒരു എസ്റ്റർ ഹൈഡ്രോളിസിസ് കാണുന്നുണ്ട്. എസ്റ്റർ ഹൈഡ്രോളിസിസ് ബൈ ആസിഡ്. എസ്റ്റർ ഹൈഡ്രോളിസിസ് ബൈ ആസിഡ്. എസ്റ്ററിന്റെ എക്സാം പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഈഥൈൽ അസറ്റേറ്റ്. ഇനി വേറൊന്ന് കെയിൻ ഷുഗർ SH2O, C6H12O6. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്നാണ്. ഇത് എസ്റ്റർ ഹൈഡ്രോളിസിസ് മാത്രം പറഞ്ഞാൽ പോരാ, എസ്റ്റർ ഹൈഡ്രോളിസിസ് ബൈ ആസിഡ് എന്ന് പറയും. ഇനി ഈ എസ്റ്റർ ഹൈഡ്രോളിസിസ് പരിശോധിച്ചാലും ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ പരിശോധിച്ചാലും അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കും അതൊരു ഹയർ ഓർഡർ റിയാക്ഷൻ ആണ് പ്രതീക്ഷിക്കും. യഥാർത്ഥം പറഞ്ഞാൽ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കെമിക്കൽ ഇക്വേഷൻ നോക്കി അല്ല ഓർഡർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, എക്സ്പെരിമെന്റിലൂടെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇത് കാണുന്ന സമയത്ത് ഹയർ ഓർഡർ റിയാക്ഷൻ ആവാം എന്ന് പ്രതീക്ഷിക്കുന്നു.
സീം ടു ബി, സീം ടു ബി തോന്നിപ്പിക്കുന്നു, ഹയർ ഓർഡർ ആണ്, തോന്നിപ്പിക്കുന്നു. പക്ഷെ ആക്ച്വലി അതിന്റെ റേറ്റ് ഇക്വേഷൻ പരിശോധിക്കുമ്പോൾ dx by dt equal to k into ഇത് മാത്രമേ അവിടെ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ബാക്കി വാട്ടറോ എച്ച് പ്ലസോ ഒന്നും റേറ്റ് ഇക്വേഷൻ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റേസ്റ്റ് പവർ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ ഓർഡർ എന്ന് വെച്ചാൽ ഒന്നാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ റേറ്റ് ഇക്വേഷൻ പരിശോധിക്കുമ്പോൾ dx by dt equal to k into വാട്ടർ ഇല്ല, കോൺസെൻട്രേഷൻ ഓഫ് C12 H22 O11 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഓർഡർ ഒന്നാണെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പൊ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂല് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അതായത് രണ്ട് എക്സാമ്പിൾസ് ഓർമ്മിക്കുക. എസ്റ്റർ ഹൈഡ്രോളിസിസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എസ്റ്റർ ഹൈഡ്രോളിസിസ് ബൈ ആസിഡ് എന്ന് പറയണം. അതുപോലെ രണ്ടാമത്തെ എക്സാമ്പിൾ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് പറയണം. ഈ രണ്ട് റിയാക്ഷന്റെ പ്രത്യേകത യഥാർത്ഥത്തിൽ ഏത് ഓർഡർ ആണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അത് ഫസ്റ്റ് ഓർഡർ ആണ്. യഥാർത്ഥത്തിൽ അത് ഫസ്റ്റ് ഓർഡർ ആണ്. പക്ഷെ തോന്നിപ്പിക്കുന്നത് കാണുമ്പോൾ ഹയർ ഓർഡർ ആണ് തോന്നിപ്പിക്കുന്നു. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വളരെ ശ്രദ്ധിച്ചോണം. ഹയർ ഓർഡർ ആണെന്ന് തോന്നിപ്പിക്കുന്ന ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഹയർ ഓർഡർ ആണെന്ന് തോന്നിപ്പിക്കുന്ന ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. യഥാർത്ഥത്തിൽ ഏത് ഓർഡർ ആണ്? ഫസ്റ്റ് ഓർഡർ ആണ്. പക്ഷെ ചില ആൾക്കാർക്ക് തോന്നും ഹയർ ഓർഡർ ആണെന്ന് തോന്നും. അപ്പൊ അങ്ങനെ ഹയർ ഓർഡർ ആണെന്ന് തോന്നിപ്പിക്കുന്ന ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ തിരിഞ്ഞു വരുത്. ഫസ്റ്റ് ഓർഡർ ആണെന്ന് തോന്നിപ്പിക്കുന്ന ഹയർ ഓർഡർ റിയാക്ഷൻ എഴുതരുത്. ഓർമ്മിച്ചോണം. യഥാർത്ഥത്തിൽ ഫസ്റ്റ് ഓർഡർ ആണ്, പക്ഷെ തോന്നുന്നത് ഹയർ ഓർഡർ ആണ്. ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരെ തോന്നിപ്പിക്കുന്ന ഹയർ ഓർഡർ ആണ് തോന്നിപ്പിക്കുന്ന സീം ടു ബി തോന്നിപ്പിക്കുന്ന ചില ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇന്ന് പഠിച്ച രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർഡറിനെ പറ്റി പറഞ്ഞു. ഓർഡർ എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ് ആണ്. ഓർഡർ ഫ്രാക്ഷണൽ വാല്യൂസ് വരാം, സീറോ ഓർഡർ റിയാക്ഷൻസ് വരാം. എക്സാമ്പിൾ ഓരോന്നെങ്കിലും മിനിമം പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് പറഞ്ഞത് രണ്ടാമതൊരു ചോദ്യം, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ certain reactions seem to be higher order but actually follows first order kinetics. ഹയർ ഓർഡർ ആണെന്ന് തോന്നിപ്പിക്കുന്ന ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിളിക്കേണ്ട പേരാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ യഥാർത്ഥത്തിൽ ഫസ്റ്റ് ഓർഡർ ആണ്, തോന്നിപ്പിക്കുന്നത് ഹയർ ഓർഡർ ആണെന്ന് തോന്നിപ്പിച്ചതേ ഉള്ളൂ. ഓക്കെ, അത് രണ്ട് എക്സാമ്പിൾ ക്ലാസിക് എക്സാമ്പിൾ ആണ്. ഒന്ന് എസ്റ്റർ ഹൈഡ്രോളിസിസ് ബൈ ആസിഡ്, രണ്ടാമത് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നിങ്ങൾ ചോദിക്കും, പിന്നെ ഇവിടെ കൊളൈഡ് ചെയ്യുന്ന H2 plus I2 അല്ലെങ്കിൽ 2NO plus O2 എന്നൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ കൊളൈഡ് ചെയ്യുന്ന ആക്ച്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, എഫക്റ്റീവ് കൊളിഷനിൽ ഏർപ്പെടുന്ന ആക്ച്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസിന് എന്ത് പേരിട്ട് വിളിക്കും എന്ന് ചോദിച്ചാൽ അതിന് പകരം ഒരു വാക്കുണ്ട്. അതിന് നമ്മൾ മോളിക്യുലാരിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നോക്കിയിട്ട് കണ്ടുപിടിക്കുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ, അത് ഓർഡർ അല്ല, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നോക്കിയിട്ട് കണ്ടുപിടിക്കുന്ന നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളിഷനിൽ ഏർപ്പെടുന്ന മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് മോളിക്യുലാരിറ്റി എന്ന് ഓർമ്മ വേണം. ഇനി മോളിക്യുലാരിറ്റിയുടെ പ്രത്യേകത, സീറോ മോളിക്യുലാരിറ്റി എന്ന സങ്കല്പം ഇല്ല, പക്ഷെ സീറോ ഓർഡർ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രാക്ഷണൽ വാല്യൂസ് ഒരിക്കലും മോളിക്യുലാരിറ്റിക്ക് വരില്ല. ഒരു മോളിക്യൂൾ, 2 മോളിക്യൂൾ, 3 മോളിക്യൂൾ അങ്ങനെ വരുള്ളൂ. 1, 2, 3 പോലുള്ള മോളിക്യൂൾസ് മാത്രമേ വരുള്ളൂ. അതേസമയം നമുക്ക് ഓർഡർ നോക്കുന്ന സമയത്ത് ഫ്രാക്ഷണൽ വാല്യൂസും വരാമെന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പൊ നമ്മൾ മൊത്തം 4 ചോദ്യങ്ങളാണ് ഇപ്പൊ സംസാരിച്ചത്. ഒന്നാമത്തെ ചോദ്യം ഓർഡറിനെ പറ്റി, ഓർഡറിന്റെ ഡെഫിനിഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. പിന്നെ ഫസ്റ്റ് ഓർഡർ എക്സാമ്പിൾ, സെക്കൻഡ് ഓർഡർ എക്സാമ്പിൾ, തേർഡ് ഓർഡർ, ഫ്രാക്ഷൻ, സീറോ ഓർഡർ, പർട്ടിക്കുലർ എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക. ഒറിജിനൽ എക്സാമ്പിൾസ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാരക്ടറിസ്റ്റിക് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. അതൊന്ന്. രണ്ടാമത്തെ ചോദ്യം, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണ്? നമുക്കറിയാം certain reactions seem to be higher order follows first order kinetics. രണ്ട് എക്സാമ്പിൾ എസ്റ്റർ ഹൈഡ്രോളിസിസ് ബൈ ആസിഡ് ആൻഡ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ ആൻഡ് ഇക്വേഷനും അറിയാം. പിന്നെ പറഞ്ഞത് മോളിക്യുലാരിറ്റി എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. മോളിക്യുലാരിറ്റി is defined as the number of molecules undergo effective collision during a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന എഫക്റ്റീവ് കൊളിഷനിൽ പങ്കെടുക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസിനെ വിളിക്കേണ്ട പേരാണ് മോളിക്യുലാരിറ്റി. ഇനി മോളിക്യുലാരിറ്റിയുടെ പ്രത്യേകത, മോളിക്യുലാരിറ്റി ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ 1, 2, 3 പോലുള്ള വാല്യൂസ് മാത്രമേ മോളിക്യുലാരിറ്റിക്ക് വരുള്ളൂ. അപ്പോൾ മോളിക്യുലാരിറ്റി ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ ചോദ്യം, ഡിഫറൻസ്. സാധാരണ പരീക്ഷകൾക്ക് അത് ചോദിക്കാറുണ്ട്, സിമ്പിൾ ആണെന്ന് ചോദിക്കാറുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്യുലാരിറ്റി. ഓർഡറിന്റെ ഡെഫിനിഷൻ പറയുക. ഇറ്റ് ഈസ് ദ സം ഓഫ് ദി പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് റിയാക്ടൻസ് ഇൻ എ റേറ്റ് ഇക്വേഷൻ ബൈ എക്സ്പെരിമെന്റ്. മോളിക്യുലാരിറ്റി ഡെഫിനിഷൻ പറയുക ഒരു പോയിന്റ് ആയി. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് അണ്ടർഗോ എഫക്റ്റീവ് കൊളിഷൻ. ഇനി ഓർഡറിന്റെ പ്രത്യേകത, സീറോ വാല്യൂസ് ഉണ്ട്, ഫ്രാക്ഷണൽ വാല്യൂസ് ഉണ്ട്. മോളിക്യുലാരിറ്റിക്ക് അങ്ങനെ സീറോ വാല്യൂസോ ഫ്രാക്ഷണൽ വാല്യൂസോ ഇല്ല. ഇനി ഓർഡറിന്റെ പ്രത്യേകത, ഓർഡർ എക്സ്പെരിമെന്റിലാണ്. അതേസമയം മോളിക്യുലാരിറ്റി എന്ന് വെച്ചാൽ തിയറട്ടിക്കൽ കൺസെപ്റ്റ് ആണ്. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നോക്കി നമുക്ക് മോളിക്യുലാരിറ്റി കണ്ടുപിടിക്കാം. അപ്പൊ 4 ചോദ്യങ്ങൾ അവിടെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു ചെറിയ കാര്യം കൂടെ, അതായത്
യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഫോർമുല ഉപയോഗിക്കാറുണ്ട്. മോൾ പെർ ലിറ്റർ റേസ് ടു 1 മൈനസ് n സെക്കൻഡ് റേസ് ടു -1 ഫോർ nth ഓർഡർ. ഒരു nth ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. മോൾ പെർ ലിറ്റർ റേസ് ടു 1 മൈനസ് n, n മൈനസ് 1 അല്ല, 1 മൈനസ് n സെക്കൻഡ് റേസ് ടു -1. ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ ഫസ്റ്റ് ഓർഡർ n ഈക്വൽ ടു 1 കൊടുത്തു നോക്കാം. മോൾ പെർ ലിറ്റർ റേസ് ടു 1 മൈനസ് n ന് പകരം 1 1 മൈനസ് 1 സെക്കൻഡ് റേസ് ടു -1. ഇനി 1 മൈനസ് 1 എന്ന് വെച്ചാൽ നമുക്കറിയാം 0 ആണ്. സോ റേസ് ടു 0 അപ്പോൾ any quantity raised to 0 equal to 1 ആണ്. അപ്പോൾ ബാക്കി അവശേഷിക്കുന്നത് സെക്കൻഡ് റേസ് ടു -1. അപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് ചോദിച്ചാൽ സെക്കൻഡ് റേസ് ടു -1 എന്ന് പറയണം. nth ഓർഡർ ആകുമ്പോഴത്തേക്ക് റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് ചോദിച്ചാൽ മോൾ പെർ ലിറ്റർ റേസ് ടു 1 മൈനസ് n സെക്കൻഡ് റേസ് ടു -1. സെക്കൻഡ് ഓർഡർ കണ്ടുപിടിച്ച് നോക്കാം. n ഈക്വൽ ടു 2 കൊടുക്കാം. റേസ് ടു 1 മൈനസ് 2 സെക്കൻഡ് റേസ് ടു -1. നമുക്കറിയാം 1 മൈനസ് 2 എന്ന് വെച്ചാൽ -1. അത് അകത്തോട്ട് വന്നാൽ മോൾ റേസ് ടു -1. ഇനി ഇത് പെർ ലിറ്റർ ആയിരുന്നു. പെർ ലിറ്റർ റേസ് ടു -1 എന്ന് വെച്ചാൽ ലിറ്റർ ആണ്. സോ യൂണിറ്റ് നോക്കുന്ന സമയത്ത് മോൾ റേസ് ടു -1 ലിറ്റർ സെക്കൻഡ് റേസ് ടു -1. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. മോൾ പെർ ലിറ്റർ റേസ് ടു 1 മൈനസ് n എന്ന് വരെ 2 എന്ന് കൊടുക്കുന്നു. 1 മൈനസ് 2 എന്ന് വെച്ചാൽ -1. ആ -1 അകത്തോട്ട് കൊടുക്കുമ്പോൾ മോൾ റേസ് ടു -1. ഇനി പെർ ലിറ്റർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആൾറെഡി ലിറ്റർ റേസ് ടു -1 എന്നാണ്. ആ ലിറ്റർ റേസ് ടു -1 റേസ് ടു -1 എന്ന് വെച്ചാൽ ലിറ്റർ ആയി മാറും. സോ യൂണിറ്റ് നോക്കുമ്പോൾ മോൾ റേസ് ടു -1 ലിറ്റർ സെക്കൻഡ് റേസ് ടു -1. ഓക്കെ, ഇനി 0 ഓർഡർ n ഈക്വൽ ടു 0 കൊടുത്തു നോക്കാം. മോൾ പെർ ലിറ്റർ റേസ് ടു 1 മൈനസ് 0 സെക്കൻഡ് റേസ് ടു -1. 1 മൈനസ് 0 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ പെർ ലിറ്റർ കൂടെ മുകളിൽ എഴുതുക ലിറ്റർ റേസ് ടു -1. ഓക്കെ, അപ്പോൾ തെറ്റിപ്പോയത് മോൾ റേസ് ടു -1 ലിറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ. മോൾ തിരിച്ച് ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ അത് 0 ഓർഡർ റിയാക്ഷൻ. അപ്പോൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. പറഞ്ഞ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓർഡറിനെ പറ്റി സംസാരിച്ചു. എക്സാമ്പിൾസ് അറിയാം. ഓർഡർ ഒരു എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ് ആണ്, തിയറട്ടിക്കൽ അല്ല. ഇനി പിന്നെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ പ്രത്യേകത മനസ്സിലാക്കി. അത് ഫസ്റ്റ് ഓർഡർ തന്നെയാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ 3 എക്സാമ്പിൾസ് ആയി കഴിഞ്ഞു. ഒന്ന് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസിഷൻ, പിന്നെ ഇത് 2 ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. പിന്നെ അതിനുശേഷം മോളിക്കുലാരിറ്റി എന്താണെന്ന് മനസ്സിലാക്കി. ഓർഡറും മോളിക്കുലാരിറ്റി തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി. പിന്നെ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പ്രോബ്ലത്തിലൊക്കെ വളരെ നിർണായകമാകും. പിന്നെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും നമുക്ക് മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലോണം പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡെറിവേഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.